സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷൻ. കെ സുധാകരനെ മാറ്റിയതായിട്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇല്ല 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 സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനും അറിയില്ല. നിങ്ങൾ പത്രക്കാർ പറഞ്ഞതേ നിങ്ങൾ എഴുതാവൂ, പറഞ്ഞതേ നിങ്ങൾ പറയാവൂ. ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ല ഇല്ലാന്ന് കള്ള പറഞ്ഞു പല്ലേ. ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രതീക്ഷിച്ചത് എന്തോ എങ്ങനെ AICC പ്രസിഡന്റുമായും പ്രിയപ്പെട്ട രാഹുൽജിയായും ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. നിനക്കെന്നെ ഓർമ്മയില്ലല്ലടാ. ആ സംസാരത്തിൽ അവർ ഏതാണ്ട് ഒരു തീരുമാനമെടുത്തു എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് എനിക്കതൊരു പുതിയ അറിവല്ല. ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ആര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടനാവോ? ഗോപേട്ടനാണോ? പേരുകൾ പലതും വന്നു. ഇന്നാണ് അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത്. അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്, സന്തോഷത്തോടെയാണ് ഞാൻ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ്. സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. അതുകൊണ്ട് എനിക്ക് സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട്. ഈ മുഹൂർത്തം, ഈ സമയം. കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും. ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് ഉണ്ടാവും. കണ്ണൂരിലും കോൺഗ്രസ് ഉണ്ടാവും. ഡബിള് അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. എനിക്കറിയാം, എന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, എന്റെ നേതാവാണ് ഖാർഗെജി. ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്നവനെല്ലാം എന്നറിയാലോ. മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. സണ്ണി ജോസഫ് എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമായ എന്റെ സഹപ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം വന്നതിൽ എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ ഒന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്.